ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് കണ്ണൂർ സ്പെഷ്യൽ കുഴലപ്പം റെസിപ്പി കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ശർക്കരപ്പാനി ഒരു പാത്രത്തിലെടുത്ത് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ശേഷം 1.5 സ്പൂണ് കറുത്ത എള്ള് ചേർത്ത് കൊടുത്തു. ഇനി അതിലോട്ട് അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ 1/2 കിലോ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നല്ലപോലെ കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനെല്ലാം കുഴയ്ക്കുന്ന പോലെ നല്ല ടൈറ്റായിട്ട് വേണം മാവ് കിട്ടാൻ, അല്ലെങ്കിൽ ശരിയാവില്ല കുഴലപ്പം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ശേഷം അല്പം മൈദപ്പൊടി ഇട്ട് നല്ലപോലെ നൈസായിട്ട് പരത്തിയെടുക്കുക. ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ ഒരു ബൗളായി എടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല കനം കുറച്ച് വേണം പരത്താൻ, അല്ലെങ്കിൽ കട്ടിയായി പോവും കുഴലപ്പം. ഇതുപോലെ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയൊരു പിച്ചാത്തി വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ ചെറിയ കുഴലപ്പമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചെറിയ ചെറിയ പീസായിട്ട് എടുക്കുന്നത്. എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി ഓരോ പീസ് എടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ പരത്തി വെച്ച് ഓരോന്നും ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അതിനിടയിൽ അച്ഛമ്മോനെ ഞാൻ പരത്തി നോക്കാമെന്ന് പറഞ്ഞ് എന്നോട് മേടിച്ച് പരത്തുവാണ്. ഞാൻ ചെയ്യുന്ന കണ്ടപ്പോൾ അവന് അതുപോലെ ചെയ്യണമെന്നൊരു മോഹം. അങ്ങനെ മൊത്തം കുഴലപ്പത്തിനുള്ള മാവും പരത്തിയെടുത്തിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യാണ്. പിന്നെ ഗോൾഡൻ കളറാകുമ്പോൾ കോരിയെടുക്കുക. കണ്ണൂർ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ, കല്യാണമൊക്കെ ആകുന്ന സമയത്ത് ഇതുപോലെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ വെട്ട് കേക്ക്, ഇങ്ങനത്തെ കുഴലപ്പമൊക്കെ. നല്ല അടിപൊളി ടേസ്റ്റാണ് പഴമൊക്കെ കൂട്ടി കഴിക്കാനിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും.